BJP സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖറിനെ ഇന്ന് രാവിലെ 11 മണിക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. തിരുവനന്തപുരം ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന BJP സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയായിരിക്കും പ്രഖ്യാപനം നടത്തുക. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, അങ്ങനെ BJPക്ക് ഒരു പുതിയ മുഖമുണ്ടാവുകയാണ്. അത് ഇതുവരെ ഇല്ലാത്ത തരത്തിലൊരു ടെക്നോക്രാറ്റ് മുഖമാണ്. അതായത് ഇനി സംസ്ഥാന BJPയിൽ ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ തന്നെ നമുക്ക് കാണാം. ആ രീതിയിലേക്കൊക്കെ ഇന്നലെ വൈകുന്നേരമാകുമ്പോഴേക്കും വിലയിരുത്തലുകൾ പോയിരുന്നു. ഇന്ന് എപ്പോഴത്തേക്കാണ് പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് ആദ്യഘട്ടത്തിൽ പ്രതികരണങ്ങളെല്ലാം പോസിറ്റീവാണ്, വിശകലനങ്ങൾ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? ശ്രീജ, 10 മണിക്കാണ് സംസ്ഥാന കൗൺസിൽ യോഗം ചേരുന്നത്. 11 മണിയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം തന്നെ രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. പക്ഷേ അതൊരു സാങ്കേതിക നടപടിക്രമം മാത്രമാണ്. കാരണം കേന്ദ്രം മുകളിൽ നിന്ന് നൽകുന്ന ഒരു പേര്, ആ ഒരു പേര് മാത്രമേ കോർ കമ്മിറ്റിയിലേക്ക് എത്തുകയുള്ളൂ. കോർ കമ്മിറ്റിയിൽ കഴിഞ്ഞ ദിവസം ഈ പേര് പറയുകയും ബാക്കിയുള്ളവർ അത് പിന്തുണയ്ക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നൊരു കാര്യം BJPയെ സംബന്ധിച്ചില്ല. 5 വർഷം പൂർത്തിയാകുന്ന പ്രസിഡന്റ് ഒഴിഞ്ഞ് പുതിയ ആൾ വരുന്ന കീഴ്വഴക്കമാണ്. പക്ഷേ ഇവിടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് കേരളത്തിലെ നേതാക്കളെ ആരും തന്നെ, അതായത് പരമ്പരാഗതമായി നിൽക്കുന്ന നേതാക്കളുണ്ട്. അത് കൃഷ്ണദാസ് പക്ഷമെന്നും മുരളീധര പക്ഷമെന്നും പറഞ്ഞ് 2 വിഭാഗങ്ങളായി നിൽക്കുക. അതിൽ തന്നെ കുറുമുന്നണികളുണ്ട്, തമ്മിൽ പോരുണ്ട്. ഇതിൽ പലരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തണമെന്ന ആഗ്രഹവുമായി നിന്നതാണ്. ഒരുപക്ഷെ കെ സുരേന്ദ്രൻ തന്നെ ഈ പദവിയിൽ തുടർന്നേക്കുമെന്ന ചില അഭ്യൂഹങ്ങളും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വിഭാഗമൊക്കെ അങ്ങനെ കരുതിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്ത് നല്ലൊരു മത്സരം കാഴ്ചവെച്ച് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം 1 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷമുണ്ടായിരുന്ന ശശി തരൂരിനെ 15,000-ലേക്ക് കൊണ്ടുവരുന്ന തരത്തിലൊരു പോരാട്ടം. അത് ചുരുങ്ങിയ സമയം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയുമധികം വോട്ടുകൾ നേടാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നു. മാത്രമല്ല BJPയെ സംബന്ധിച്ച് ഇതൊരു വലിയ പരീക്ഷണമാണ്. ഡിസംബറിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നു. സംഘടനാ സംവിധാനത്തിൽ തീർത്തും പരിചയമില്ലാത്ത ഒരാളെയാണ് കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ ഈ താഴെത്തട്ടിൽ ബൂത്ത് തലം മുതലുള്ള പ്രവർത്തകരെ ആ സംഘടന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ആ മേഖലയിലൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ പ്രവർത്തിച്ച് പരിചയമില്ലാത്ത ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ധാരണയുണ്ട്. അത് വ്യക്തമായ കാര്യമാണ്. തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം സംവിധാനം തന്നെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. പാർട്ടി സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി പാർട്ടിയിൽ നിന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് കാര്യമായ പിന്തുണ രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചില്ല എന്നൊരു വിലയിരുത്തലും നിരാശയും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തോൽവിക്ക് പോലും അത് കാരണമായി എന്ന ഒരു വിലയിരുത്തൽ. അവിടെയാണ് ഈ സജീവമായി രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പരാമർശിക്കാതിരുന്ന സ്ഥലത്തേക്ക്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ തന്നെ വരുന്നത്. അത് കൃത്യമായി ഒരു സൂചനയാണ്, സന്ദേശമാണ്. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖറിനെതിരെ നിലപാടെടുത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി അങ്ങനെ പ്രവർത്തിക്കാതെ നിന്ന ആളുകൾക്കുള്ളൊരു സന്ദേശം കൂടിയാണ്. ഇനി അത്തരം ഗ്രൂപ്പ് പോരുകൾ ഉണ്ടായാൽ ഒരുപക്ഷെ ഇതുവരെ നമ്മൾ BJPയിൽ കണ്ട നടപടികളായിരിക്കില്ല. കേന്ദ്രത്തിന്റെ ഒരു നേരിട്ടുള്ള ഇടപെടൽ നമ്മൾ പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ നിരീക്ഷണമുണ്ട്, കേന്ദ്രം കേരളത്തിലെ കാര്യങ്ങൾ വിലയിരുത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെ കേരളത്തിലേക്ക് ഒരു നടപടി, കടുത്ത നടപടികളോ ആ തരത്തിലുള്ള ഒരു പിടി മുറുക്കിക്കൊണ്ടുള്ള ഒരു കാര്യത്തിലേക്കോ ഒന്നും തന്നെ കേന്ദ്രം പോയിരുന്നില്ല, കേന്ദ്ര നേതൃത്വം പോയിരുന്നില്ല. പക്ഷേ ഇനി ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും. കാരണം പുതിയൊരു ശാക്തിക ചേരിയാണ് BJPക്കുള്ളിൽ ഉദയം ചെയ്തിരിക്കുന്നത്. അത് രാജീവ് ചന്ദ്രശേഖർ, സുരേഷ് ഗോപി, ആ തരത്തിൽ പുതിയൊരു നിര BJPയിൽ ശക്തി കേന്ദ്രമായി വരുന്നു. ഇവരെ സംബന്ധിച്ച് പണ്ട് സംസ്ഥാനത്തെ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ വഴിയൊക്കെയാണ് ഡൽഹിയിൽ ബന്ധപ്പെടുന്നത്, അവിടുത്തെ നേതാക്കളെ കാണുന്നതും ഇവരുടെ കാര്യങ്ങൾ പറയുന്നതുമെങ്കിൽ ഇവർക്കങ്ങനെ ഇടനിലക്കാരുടെ ആവശ്യമില്ല. എല്ലാ പേർക്കും ഡയറക്റ്റ് ആക്സസ് ആണ്. അത് പ്രധാനമന്ത്രിയാകട്ടെ, അമിത്ഷാ ആകട്ടെ, യോഗി ആദിത്യനാഥ് ആകട്ടെ, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുമായി നേരിട്ട് JP നദ്ദയാകട്ടെ, പാർട്ടി അധ്യക്ഷനെയൊക്കെ കാണണമെങ്കിൽ ഇവർക്ക് മറ്റാരുടെയും ശുപാർശയില്ലാതെ കാണാൻ കഴിയുന്ന, ബന്ധപ്പെടാൻ കഴിയുന്ന, കാര്യങ്ങൾ ധരിപ്പിക്കാൻ കഴിയുന്ന അവസരവും സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ തരത്തിലുള്ള ഗ്രൂപ്പ് പോരുകൾ ഉണ്ടായാൽ അത് കേരള BJPയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്തെന്ന് ഇനി കണ്ടറിയണം. കാരണം ഇതൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. BJPയെ സംബന്ധിച്ച് ഒരു കാലഘട്ടമാണ്. അത് പാർട്ടി പ്രതിസന്ധിയിലായാലും അല്ലെങ്കിൽ BJP പ്രതീക്ഷിക്കുന്നത് പോലെ വോട്ട് വിഹിതം കൂടുതൽ വർദ്ധിച്ച് കൂടുതൽ സീറ്റുകൾ നേടി കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാരത്തിലെത്തി അടുത്ത തിരഞ്ഞെടുപ്പിൽ അസംബ്ലി സീറ്റുകൾ കൂടുതൽ വിജയിക്കാൻ കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖറിന് ശേഷവും മുൻപും എന്ന്
BJP-യിൽ ഒരു കാലഘട്ടം എഴുതി ചേർക്കുന്ന തരത്തിലുള്ള നീക്കമാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് BJP-യെ സംബന്ധിച്ച് അത് പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ അത് കാലം തെളിയിക്കേണ്ടതാണ്. ഏതായിരുന്നാലും രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ച് അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കില്ല. ഇപ്പോഴുള്ള പ്രസിഡന്റ്, അതായത് സുരേന്ദ്രന്റെ സമീപനങ്ങളിൽ, ഇടപെടലുകളിൽ നിരാശയുണ്ടായിരുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ അവരെല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷെ അവരെ ആരെയൊക്കെ ഒപ്പം നിർത്തും രാജീവ് ചന്ദ്രശേഖർ എന്നതുകൂടി പ്രസക്തമായ ഒരു കാര്യമാണ്. മാത്രമല്ല, സംഘടനാ സംവിധാനത്തിൽ കുറച്ച് ദൗർബല്യമുണ്ടെങ്കിൽ തന്നെ PK കൃഷ്ണദാസ്, V മുരളീധരൻ അവർക്കൊക്കെ തന്നെ ഈ സ്റ്റേറ്റിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളുടെ സേവനം കൂടി തേടാനുള്ള, അല്ലെങ്കിൽ അവരെയൊക്കെ ഒപ്പം നിർത്താനുള്ള, അവരുമായി സഹകരിച്ചു പോകാനുള്ള ഒരു തന്ത്രം ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചേക്കുമെന്ന സൂചനയുണ്ട്. അതല്ല, ശോഭാ സുരേന്ദ്രനുമായി ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരു സ്ത്രീയാണ്, ഒരു വനിതയാണ്, മികച്ച പ്രാസംഗികയാണ്. അവർ അധ്യക്ഷ പദവിയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. ശോഭയൊക്കെ ഒപ്പം കൂട്ടി ശോഭയ്ക്കൊക്കെ കൃത്യമായ സ്പേസ് കൊടുത്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പോകുമോ? അതല്ല, പൂർണ്ണമായും. കാരണം ഇപ്പോൾ പുതിയ ഘടനയനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന വൈസ് പ്രസിഡന്റുമാരൊന്നും തന്നെ പാർട്ടിയിൽ ഉണ്ടാകില്ല. അങ്ങനെയെങ്കിൽ ഈ അധികാരത്തിന്റെ പിടി മുഴുവനായി രാജീവ് ചന്ദ്രശേഖറിന്റെ കയ്യിലായിരിക്കും. അദ്ദേഹം ആഗ്രഹിക്കുന്നത് മാത്രം സംസ്ഥാന BJP-യിൽ നടക്കുന്ന നിലയിലേക്ക് പോകും. മറ്റാർക്കും ഇടപെടാനുള്ള സാധ്യതകൾ പോലും ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം പുതിയൊരു നിരയെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമോ? അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ടേം അദ്ദേഹത്തിന് ലഭിച്ചാൽ 5 വർഷമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. അങ്ങനെ മുരളീധരൻ ഉണ്ടായിരുന്നതുപോലെ, സുരേന്ദ്രൻ ഉണ്ടായിരുന്നതുപോലെ അദ്ദേഹത്തിന് മറ്റ് പ്രശ്നങ്ങളില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുപോയാൽ അദ്ദേഹത്തിന് 5 വർഷം കേരളത്തിൽ BJP-യെ നയിക്കാനുള്ളൊരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ പുതിയ നിരയെ അദ്ദേഹം കെട്ടിപ്പടുക്കുമോ? അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന അസ്വസ്ഥരിൽ നിന്ന് അദ്ദേഹത്തിന് ഒപ്പം ചേർക്കാൻ കഴിയുന്ന ആളുകളെ ഒപ്പം ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുമോ? അങ്ങനെയുള്ള പല ഫോർമുലകളും ചർച്ചകളും ഒക്കെ ഉണ്ട്. പക്ഷേ BJP-യുടെ ഇനി മുന്നോട്ടുള്ള യാത്ര അതൊരു ടെക്നോക്രാറ്റ് നയിക്കുമ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ, AI സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള തരത്തിൽ കാര്യങ്ങൾ മാറും. യുവജനങ്ങളെ ആകർഷിക്കേണ്ടതുണ്ട്. മധ്യവർഗ ഉപരിവർഗ വോട്ടുകൾ പലപ്പോഴും തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉൾപ്പെടെ BJP-യെ പിന്തുണയ്ക്കുന്നുവെന്ന് നേരത്തെ തന്നെ വിലയിരുത്തിയിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ മത്സ്യത്തൊഴിലാളി മേഖലയിലും മലയോര മേഖലയിലും പോയിരുന്നു. ആ തരത്തിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളുമായി ബന്ധമുണ്ടാക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു എന്നതുകൂടി ഇവിടെ എടുത്തു ശരിയാണ് വിനോദ്. എന്തായാലും അറിയേണ്ടത് എന്താണ്, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പ്ലാൻ എന്താണ് എന്നതാണ് കാത്തിരുന്ന് വളരെ വളരെ കൗതുകത്തോടെ അറിയേണ്ടത്. കാരണം സംഘടനയെ നയിച്ചോ, സംഘടനാ സംവിധാനത്തെ നയിച്ചോ യാതൊരു പരിചയവും ഇല്ലാതെയാണ് രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ ആളുണ്ട്, അർത്ഥമുണ്ട്. അപ്പോൾ എന്താണ് അദ്ദേഹം, ഏത് തരത്തിലായിരിക്കും BJP-യെ, സംസ്ഥാന BJP-യെ നയിക്കാനുള്ള എന്ത് പ്ലാൻ അദ്ദേഹം കൊണ്ടുവരുമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് രാവിലെ 11 മണിയോടെ ഔദ്യോഗിക പ്രഖ്യാപനം പ്രതീക്ഷിക്കാം.